ഹലോ നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇബൻ ബത്തൂത്ത മാളിൻ്റെ ബസ്സിലിരുന്ന് കൊണ്ടിട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടത്. ഞാൻ ഈ മാളിൻ്റെ ഒരുപാട് എൻ്റെ വീഡിയോസിൽ ഈ മാളുണ്ടായിരിക്കും. എപ്പോഴും പോകുന്നൊരു മാളായതുകൊണ്ടും നമുക്കടുത്ത് നടക്കാനൊക്കെ പോകുന്ന സ്ഥലമായതുകൊണ്ട് മിക്കപ്പോഴും കാണിക്കുന്നതാണ്. പക്ഷേ ഇങ്ങനൊരു വ്യൂ കിട്ടാറില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വ്യൂ കിട്ടിയപ്പോൾ കുറച്ച് ഭാഗം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് എടുത്തതാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു പുറത്തെ ഒരു ഭംഗിയും കാഴ്ചയൊക്കെ കാണാമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ കണ്ടപ്പോൾ ഒന്ന് എടുത്തതാണ്. അപ്പോൾ നമ്മളിന്ന് ഷാർജയിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പോഴാണ് കേട്ടോ ബസ്സിൽ കയറിയിട്ടുള്ളത്. ഹലോ സുഹൃത്തുക്കളെ, നമ്മള് ഷാർജയിലേക്ക് പോകാനുണ്ടാവും. അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടി പൊട്ടിക്കാൻ പോവുകയാണ്. പെട്ടിയൊക്കെ അവർ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ എന്നാലും നമുക്ക് ബാക്കി എന്തെങ്കിലും ഉണ്ടാ നോക്കാം. ബസ്സിലാണ് കേട്ടോ പോണത്. തിരക്ക് പിടിച്ചായിരുന്നു. ഷടപടേന്നായിരുന്നു കാര്യങ്ങളൊക്കെ നീക്കി. ബസ്സിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ 1 മണിക്കൂർ എങ്ങാനും എടുക്കുന്നുണ്ട്. കാറിലാണ് പോകുന്നത്. ചെക്ക് 3/4 മണിക്കൂർ, ഒരു 50 മിനിറ്റ് ഒക്കെ എടുക്കാട്ടോ. പക്ഷെ ബസ്സിലാകുമ്പോൾ കുറച്ചും കൂടി ഒരു സമയം എടുക്കും തോന്നുന്നുണ്ട്. ആദ്യമായിട്ടാണ് അങ്ങനെ ബസ്സിൽ പോണത്. സമയം 1:10 ആവാനായി. 1:05 ബസ് എടുത്തത് ഇബൻ ബത്തൂത്ത ബസ് സ്റ്റേഷനിൽ. ഭയങ്കര സന്തോഷം കേട്ടാ. കാരണം പകലിൽ ഈ സമയത്തൊന്ന് പുറത്തിറങ്ങാൻ തോന്നി. ഈ സമയത്ത് പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ അവിടെ പോയിട്ട് ബാക്കികൾ ചെറിയൊരു സർപ്രൈസ് ആയിട്ടാണ് കേട്ടാ ഞാൻ പോണത്. ഏൽക്കോ ഇല്ലേന്ന് അറിയില്ല. അവിടെ പോയാലേ അറിയുള്ളൂ. നോക്കാം. ഞങ്ങള് രണ്ടാളുണ്ട്. ആദ്യം ഞാൻ ഒറ്റയ്ക്ക് പോകാന്ന് വിചാരിച്ചത് കേട്ടോ. പിന്നെയാണ് ഇവര് വരുന്നത് സൺഡേ ആണെന്നും പിന്നെ മൺഡേ ട്യൂസ്ഡേ ഏട്ടന് ലീവാണല്ലോ. അപ്പൊ പിന്നെ വിചാരിച്ച് ഒരുമിച്ച് രണ്ടാളും പോകാം. ഏട്ടന് ലീവ് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകായിരുന്നു. ഏട്ടനെ കൂടി ഉള്ളത് പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങൾ ബസ്സിൽ പോകുന്നത് വെച്ചാല്, ഈ മനുഷ്യർ ലൈസൻസ് എടുക്കുന്നില്ല. വർഷങ്ങളായിട്ട് ഞാൻ പുറകെ നടക്കുന്നു. ഇപ്പൊ നടക്കാറില്ല, ചോദിക്കാറില്ല. പക്ഷെ കുറേ കാലത്തേക്ക് 21 വർഷമായി പ്രവാസിയായിട്ട്. 10 വർഷം അബുദാബിയില്, 10 വർഷം ഖത്തറില്. ആ അബുദാബിയിലുള്ള സമയത്തും ഖത്തറിലുള്ള സമയത്തൊക്കെ ഞാൻ പറയണ്ടായിരുന്നു ലൈസൻസ് എടുത്തോ. ഇപ്പൊ എടുക്കില്ലേ. അതിൻ്റെ ആവശ്യം അത്രയ്ക്ക് അർജന്റായിട്ടുള്ളൊരു ആവശ്യം അങ്ങനെ വരാറില്ല. അറിയിച്ചിട്ടാ തോന്നുന്നുണ്ട്. പക്ഷെ ഉണ്ടെങ്കിൽ നല്ലതല്ലേ. അതൊന്നും ഞാൻ പറയാറില്ല. ഞങ്ങൾ ഇതുപോലെ ബസ്സിലൊക്കെ പെട്രോളൊക്കെ നല്ല രസമല്ലേ വെട്ടി പിടിക്കുന്നല്ലോ. നാട്ടിലെ വണ്ടിയൊക്കെ ആയിട്ട് സർക്കസ് ഒക്കെ കളിക്കും. ദുബായ് ഫ്രെയിം എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ഇത് കണ്ടിട്ടുണ്ടെങ്കിലും ഇതാണ് ദുബായ് ഫ്രെയിം എന്ന് അറിയുന്നത് ഈ അടുത്ത കാലത്ത് സ്പൈഡർമാൻ ഇവിടേക്ക് വന്നപ്പോഴാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഷാർജയുടെ മണ്ണിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ഉച്ചയാണ് സമയം. അപ്പോൾ നമ്മൾ ദുബായിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ബസ്സിൽ കയറുന്നത് കേട്ടോ. ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ബസ്സിൽ കയറുന്നത്. അപ്പോൾ ഈ ബസ്സിനാണെങ്കിൽ ദുബായിൽ എവിടെയും സ്റ്റോപ്പില്ല. ഇബൻ ബത്തൂത്ത സ്റ്റേഷനിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഷാർജയിൽ എത്തിക്കഴിഞ്ഞാൽ കുറച്ചൊരു 4-5 സ്ഥലത്ത് സ്റ്റോപ്പുണ്ട്. പക്ഷേ ദുബായിൽ എവിടെയും ഈ ബസ്സിന് സ്റ്റോപ്പില്ല കേട്ടോ. നമ്മൾ പോണത് ഒരു ഉച്ച സമയത്താണ്. ഒരു ഉച്ചയ്ക്ക് ഒരു 1:05 ബസ്സിനാണ് നമ്മൾ പോയത്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാനൊരു കണ്ടൻറ് ക്രിയേറ്റർ അല്ല. അപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒക്കെ വീഡിയോസൊക്കെ ഇടുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കണ്ടൻറ് ക്രിയേറ്റർ എന്ന് വിളിക്കുമെങ്കിലും ഞാനെപ്പോഴും പറയാറുള്ള എൻ്റെ കാര്യം എന്താ വെച്ചാൽ, ഞാനൊരു കണ്ടൻറ് ക്രിയേറ്റർ അല്ല. എൻ്റെ ലൈഫ്, അതായത് നമ്മളിങ്ങനെ പോകുന്നത്, അതാണ് എൻ്റെ കണ്ടൻറ്. അല്ലാതെ ഞാൻ കണ്ടൻറ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ഒരു കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യാറില്ല. എൻ്റെ കുക്കിംഗ് അല്ലെങ്കിൽ എൻ്റെ യാത്രകൾ അല്ലെങ്കിൽ എൻ്റെ അനുഭവങ്ങൾ, അതാണ് എൻ്റെ കണ്ടൻറ്. ഒരിക്കൽ പോലും അത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കണ്ടൻറ് ക്രിയേറ്റ് ചെയ്തിട്ട് അതൊരു വീഡിയോ ആക്കിയിട്ട് അങ്ങനെ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാനൊരു കണ്ടൻറ് ക്രിയേറ്റർ അല്ല. എൻ്റെ ലൈഫ് സ്റ്റൈലാണ് എൻ്റെ കണ്ടൻറ്. അതൊരിക്കലും വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ല. അത് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് വീഡിയോ ആയി വരുന്നു എന്ന് മാത്രം. അത്ര പോലും വീഡിയോയ്ക്ക് വേണ്ടി ഞാനൊരു കണ്ടൻറ്റും ക്രിയേറ്റ് ചെയ്യാറില്ല. നമ്മൾ റോളയിൽ വന്നിറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുള്ളൂ. നമുക്കൊരു 6 മിനിറ്റ് നടക്കാനുള്ളൂ. നമ്മൾ കാറിലാണ് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ ബസ് വന്നിട്ടുള്ള റൂട്ട് വലിയ പരിചയമില്ല. പക്ഷെ
മാപ്പ് ഉണ്ടായിരുന്നു അതിൽ. അപ്പൊ അത് വെച്ചപ്പോ പോണ കേട്ടോ. ഒരു 6 മിനിറ്റ് നടക്കാനുള്ളൂ. അങ്ങനെ നമ്മൾ ടാക്സി ഒന്നും വിളിച്ചില്ല. നല്ല വെയിലുണ്ട്, പക്ഷെ ശരിക്കും ചൂടിന് നല്ല കുറവ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല. അങ്ങനെ നമ്മൾ എത്തിയിട്ട ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിലെത്തി. അവര് ഞെട്ടാനുള്ള ചെറിയ ചാൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ പെട്ടെന്നല്ലേ വന്നത്. ചെറിയ സർപ്രൈസ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഈ സമയത്ത് എത്തിയത്. സർപ്രൈസ് പൊളിയാഞ്ഞാ മതി. അപ്പോൾ അവർ 2 ദിവസമേ ആയിട്ടുള്ളൂ നാട്ടിൽ നിന്ന് വന്നിട്ട്. സൺഡേ വൈകിട്ടാണ് വന്നത് കേട്ടോ. ഞങ്ങൾ പോണത് ട്യൂസ്ഡേ ആണ്. പിന്നെ കുട്ടികൾക്ക് സ്കൂളൊന്നും തുറന്നിട്ടില്ല, അതുകൊണ്ട് അവർ ഒക്കെ വീട്ടിലുണ്ട്. പിന്നെ ഏട്ടനിന്ന് ലീവ് ആയതുകൊണ്ടാണ് കേട്ടോ ഇന്ന് തന്നെ ഞങ്ങൾ പോയത്. ഇല്ല വെച്ചെങ്കിൽ പിന്നെ ഇനി അടുത്ത ഏട്ടൻ്റെ ലീവ് ആവാൻ നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ടി വരുമല്ലോ. അപ്പോൾ എൻ്റെ സർപ്രൈസ് ഇതാണ്. കാരണം ഉച്ച സമയത്ത് പോകുന്നത് കൊണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരും എന്നുള്ളത്. പക്ഷേ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വരുന്നതാണ് പറഞ്ഞത്. പിന്നെ പോവാമെന്ന് വിചാരിച്ച ദിവസം സിനിമയ്ക്ക് പോയതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ അന്ന് പോയി നേരം വൈകി പോയാൽ നമുക്ക് ലേറ്റായി വന്നാലും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ പിന്നെ ചൊവ്വാഴ്ചയാണല്ലോ പോണത്. അപ്പോൾ ചൊവ്വാഴ്ച പിന്നെ ലേറ്റൊക്കെ ആയിട്ട് വന്ന പിറ്റേ ദിവസം ജോലിക്കൊക്കെ പോകേണ്ടതല്ലേ ഏട്ടന്. അതുകൊണ്ട് പിന്നെ വേഗം പോയിട്ട് വേഗം വരാമെന്നുള്ള പ്ലാനായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ച് പോകുമ്പോഴത്തേക്ക് വഴുകുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ എല്ലാവർക്കും കൂടിയിട്ട് ചോറൊക്കെ ഉണ്ടാക്കി പൊതിച്ചോറൊക്കെ ആയിട്ട് കൊണ്ടുപോയാൽ എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കാമല്ലോ, അതൊരു രസമല്ലേ എന്ന് കരുതിയിട്ട് പൊതിച്ചോറ് ഉണ്ടാക്കാനുള്ള പ്ലാൻ ഇട്ടിട്ട്. അതായിരുന്നു എൻ്റെ സർപ്രൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവരുടെ അടുത്ത്, അതാണ് ഞാൻ സർപ്രൈസ് എന്ന് പറഞ്ഞത്. പൊതിച്ചോറിക്ക് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. തേങ്ങാ ചമ്മന്തി, അച്ചാർ, ഓംലെറ്റ്, പയറുപ്പേരി, ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അവിടെ പോയപ്പോൾ അവിടുത്തെ കുറച്ച് കറികളും കൂട്ടിയിട്ട് എല്ലാവരും കൂടി കഴിച്ചു. അപ്പോൾ എൻ്റെ വീട്ടിലുള്ള ആർക്കും ചാനലിൽ വരുന്നതിനോട് താല്പര്യമില്ല കേട്ടോ. അതുമാത്രമല്ല ഞാൻ വീഡിയോ എടുക്കുന്നതിനോടും താല്പര്യമില്ല, അതുകൊണ്ടാണ് അവരൊന്നും വരാത്തത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ പാത്രത്തിൽ കൊണ്ടുപോയതുകൊണ്ട് തന്നെ പൊതിച്ചോറിൻ്റെ ഒരു ടേസ്റ്റൊന്നും അത്ര അറിയുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈയിടെയാണ് പൊതിച്ചോറിനെ പറ്റി കേട്ടിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഇതൊരു ചാൻസായിട്ട് എടുത്തു. ശരിക്കും ലേറ്റായിട്ടാണ് ഞാനിങ്ങനെ ഒരു പ്ലാൻ തന്നെ തയ്യാറാക്കുന്നത്, പൊതിച്ചോറ് ഉണ്ടാക്കാന്നുള്ളത്. എന്തായാലും എനിക്കിഷ്ടമാണ് പൊതിച്ചോറ് കഴിക്കാൻ. പിന്നെ അത് കഴിഞ്ഞ് വൈകിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പലഹാരങ്ങളൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വരാനുണ്ടായത് കേട്ടോ. ബസ് കാത്ത് നിൽക്കുകയാണ്. ബേക്കിൽ മൊത്തം സ്വർണ്ണക്കട, കല്യാൺ ജ്വല്ലേഴ്സ് ഉണ്ട്, അറക്കൽ ഗോൾഡൻ ഡയമണ്ട്സ്, ഭീമ ഒക്കെ ഉണ്ട്. സ്വർണം വാങ്ങാൻ താല്പര്യമില്ല, വേണ്ട. സത്യത്തില് ഞങ്ങൾ ഉച്ചക്ക് 2 മണിക്ക് ഇതിലെ നടക്കുമ്പോ ഞാൻ പറഞ്ഞല്ലോ ഒരു 5-6 മിനിറ്റ് 6-7 മിനിറ്റ് നടക്കാനുള്ളൂ. അപ്പോ ചൂട് തോന്നിയില്ല, പക്ഷെ ഇപ്പൊ ചൂടെടുക്കുന്നുണ്ട്. എന്താണ് ഇതിന്റെ രഹസ്യം? ചൂട്. ഇപ്പോഴത്തെ എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ, ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. ഇത് എടുത്തമ്മ കൊണ്ടതാ കേട്ടാ, കയ്യിലിടുന്നത് ബ്രേസ്ലെറ്റ്. കുറേ എണ്ണം വാങ്ങി, കുറേ എണ്ണം. ഞാൻ എപ്പോഴും ഇത് കുറേ എണ്ണം ഇടാറില്ല കേട്ടോ, അത് വരുന്ന തോന്നുന്നുണ്ട് ബസ്. പക്ഷെ ഇവിടെ വന്നപ്പോ ഒക്കെ നാശമായി പോയേ. പിന്നെ കുറേ എണ്ണം ഞാൻ കൊണ്ടുവരാനായിട്ടാണ് എന്താ അറിയില്ല. അപ്പോ ഇപ്പൊ ഇത് കിട്ടി. അവര് കന്യാകുമാരി പോയപ്പോ വാങ്ങിച്ചതാ. നമ്മള് നമ്മന്റെ നാട്ടിലെത്തി സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ ഇബൻ ബത്തൂത്ത ബസ് സ്റ്റേഷനിൽ ബസ് വന്നിറങ്ങി. വീട്ടിൽ പോയിട്ട് ഒരു ഷേക്ക് ഒക്കെ കുടിക്കുക എന്ന് കരുതിയാ ഞങ്ങള്. ഈ ഫുഡ് കോർട്ടിനകത്ത് കൂടെ വേണം നമുക്ക് അങ്ങോട്ട് പോവാൻ ട്ടാ. അല്ലാതെയും താഴെ കൂടെ പോവാം, എന്നാലും ഇത് വഴി കടന്നു പോണം. അപ്പൊ അപ്പൊ നമ്മൾക്ക് പാനിപൂരി കഴിക്കാൻ ഒരു ആഗ്രഹം മൂത്തിട്ട് പാനിപൂരിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇത് കഴിച്ചിട്ട് ഇന്നത്തെ ഡിന്നർ അപ്പോൾ പാനിപൂരിയാണ്. വിശക്കുന്നൊന്നുമില്ല, ലേറ്റ് ആയിട്ട് ഭക്ഷണം കഴിച്ചതുകൊണ്ടും വയറ് നിറച്ച് കഴിച്ചതുകൊണ്ടും വിശക്കുന്നൊന്നുമില്ല. പിന്നെ എന്താ വെച്ചാൽ വൈകിട്ട് ചായയും കുടിച്ചു കേട്ടോ, ചായയും സ്നാക്സ് ഒക്കെ കഴിച്ചു, അതുകൊണ്ട് വിശക്കുന്നൊന്നുമില്ല. പാനിപൂരി വന്നു. ഈ പൂരി എനിക്കിഷ്ടമല്ല കേട്ടാ, എനിക്കിഷ്ടമുള്ളത് ഇതാണ്. അയ്യോ ഇതൊക്കെ നമ്മൾ ഇടണോ?
അയ്യോ, ഇത് അവരിട്ട് തരുവാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇനിയിപ്പോ ഇതൊക്കെ കുത്തി പൊളിച്ച് ഇതിനകത്ത് നിറയ്ക്കണം. ഇതുകളെ നമ്മള് പാനിപ്പൂരിയൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി. അതായത് നമ്മളെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഇഡ്ലി ചെമ്പിൻ്റെ ഉള്ളിൽ ഇട്ടാനുള്ള അവസ്ഥയായി. ഇപ്പോൾ ചൂടുണ്ട് കേട്ടാ. പക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് എങ്ങണ്ടേ ചൂട് പോയി എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പൊ ചൂടുണ്ട്, ഒരു പുകച്ചിലുണ്ട്. ഇനി പെട്ടെന്ന് തണുപ്പായാൽ മതിയായിരുന്നു. ഏതോ ഒരു സുഹൈൽ നക്ഷത്രം വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് 24-ാം തീയതി ഉദിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആരോ ചോദിച്ച പോലെ, എവിടെ സുഹൈലേ, സുഹൈലേ നീ എവിടെ, സുഹൈലേ നീ ഇത് കേൾക്കുന്നുണ്ടോ? സുഹൃത്തുക്കളെ, നമ്മൾ വീടെത്തി. അപ്പൊ ശരിക്കും വിയർത്തൊലിച്ച്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഉച്ചയ്ക്ക് ഇല്ലാത്ത ചൂട് വൈകുന്നേരം എന്ന് പറഞ്ഞത്. അതായത് എന്നും ഒരേപോലെ അല്ല കേട്ടോ അവിടെ ചൂട്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.